നിന്റെ ഗ്രന്ഥത്തെ എന്റെ ജീവിതത്തിൽ സത്യമാക്കിക്കൊണ്ട്, എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, എന്റെ ജീവിതത്തിൽ വാസ്തവീകരിച്ചുകൊണ്ട്. സഹോദരാ, ഒന്ന് ആലോചിക്കണം, നീ ഖുർആനെ ജീവിതത്തിൽ വാസ്തവീകരിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ ദിവസം 17 പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമായ ഫാത്തിഹയുടെ അർത്ഥം പോലും ഈ ഉമ്മത്തിൽ അല്ലെങ്കിൽ ഹജ്ജിന് വരുന്നതിൽ ബഹുഭൂരിഭാഗത്തിനും അറിയില്ല. ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് എന്ന് ഒരാവർത്തി പോലും വായിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ എത്രയോ സിനിമ കണ്ടു തീർത്തു, ജീവിതത്തിൽ എത്രയോ നോവൽ വായിച്ചു തീർത്തു. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഈ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ തന്നെ എത്ര പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങൾ വായിപ്പിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ മോൻ കടക്കാൻ പോകുമ്പോഴും മോനെ ഉറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കട്ടൻ ചായ കൊടുക്കും, ഒരേ ഒരു അരമണിക്കൂറും കൂടി വായിക്ക്, പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ടീനേജുകാരെങ്ങനെ എന്ത് ചെയ്യാണ്? അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സഹോദര, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നീ സ്വന്തത്തോട് ചോദിക്കൂ, വിശുദ്ധ ഖുർആൻ ഇന്നേ വരെ അർത്ഥസഹിതം ഒരാവർത്തി വായിച്ചു തീർക്കാൻ പോലും നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആനെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ലിയദബ്ബറൂ ആയാതിഹി, ഇതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ ഗ്രന്ഥം പ്രവാചകരെ താങ്കളിലേക്ക് ഇറക്കിത്തന്നു. എന്തിനു വേണ്ടിയാ ഇറക്കിത്തന്നത്? നിന്റെ വീട്ടിൽ ഐശ്വര്യത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി, അലമാരയിൽ പൊതിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമാണോ? വീട്ടിൽ ഖുർആൻ ഇരിക്കുമ്പോൾ ഐശ്വര്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നീ മനസ്സിലാക്കണം കേട്ടോ, അതിനുവേണ്ടിയാണോ ഖുർആൻ ഇറക്കിയത്? ജിന്നുബാധ ഏൽക്കാതിരിക്കാനാണോ? പ്രേതത്തിന്റെ ശല്യമുണ്ടാകാതിരിക്കാനാണോ? മറിച്ച് ഖുർആൻ എന്തിനാ ഇറക്കിയെന്ന് അള്ള പറയട്ടെ. അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ലേ, അള്ളാഹുവിന്റെ കലാമല്ലേ. കിതാബുൻ, ഈ ഗ്രന്ഥം അൻസൽനാഹു ഇലൈക, മുഹമ്മദ് നബിയെ താങ്കളേക്ക് നാം ഇറക്കി തന്നു. എന്തിനാ? ലിയദബ്ബറൂ ആയാതിഹി, ഇതിന്റെ ഓരോ ആയത്തുകളെ കുറിച്ചും ചിന്തിക്കുന്നതിന് വേണ്ടി. സഹോദരാ, എന്നോടും നിന്നോടുമല്ലേ ഇത് പറയുന്നത്? വിശുദ്ധ ഖുർആന്റെ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയില്ല. നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ആർക്കും ആരെയും സഹായിക്കാൻ കഴിയില്ലാത്ത ആ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ നിലപാട് നിങ്ങൾ കേൾക്കണം കേട്ടോ. വഖാല റസൂലു, പ്രവാചകൻ പറയും, യാ റബ്ബി, എന്റെ നാഥാ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ സമൂഹമുണ്ടല്ലോ, ഖുർആൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ പോലും അവർ മെനക്കെട്ടിട്ടില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് സമയമില്ലായിരുന്നു. അങ്ങനെ ഖുർആൻ അവഗണിച്ചവരാണ്, ഖുർആന്റെ ആളുകളാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കാൻ തയ്യാറാകാതിരുന്ന ആളുകളാണ്. ഈ പണ്ഡിതന്മാരും ആളുകളെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. കഥകൾ കേൾപ്പിക്കാനാണ് അവർക്ക് സമയമുള്ളത്. ഖുർആന്റെ ആയത്ത് പകർന്നു കൊടുക്കാൻ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. അതുകൊണ്ട് പടച്ചവന്റെ പ്രിയപ്പെട്ട പ്രവാചകനുണ്ടല്ലോ പറയും, സൂറത്തുൽ ഫുർഖാനിൽ കാണാൻ കഴിയുന്ന ഖുർആനിക ആയത്താണ് കേട്ടോ, കെട്ടുകഥയല്ല, ഇവന്മാരെ വെറുതെ വിടരുതേ എന്ന് പറയും. നാളെ ഖബറിൽ ചെല്ലുമ്പോൾ ചോദ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നാം. മൻ ഇമാമുക, ആരാണോ നിന്റെ ഇമാമേ എന്ന് ചോദിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പള്ളിയിലെ ഇമാമിന്റെ പേര് ഓർത്തു വെച്ചിട്ട് എന്റെ പള്ളിയിലെ ഇമാമിന്റെ പേര് മുജീബ് എന്നാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ ഇമാമ് അഥവാ എന്റെ ജീവിതത്തിൽ എന്നെ നയിച്ചത്, ഇമാം എന്ന വാക്കിന്റെ അർത്ഥം നയിക്കുന്നവൻ, എന്നെ ജീവിതത്തിൽ നയിച്ചത് ഖുർആനാണ് കേട്ടോ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും എനിക്ക് മാർഗനിർദ്ദേശം നൽകിയത്. ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്ക് ഞാൻ പോയാലും ഖുർആനോട് നിർദ്ദേശം ആവശ്യപ്പെടും, ഖുർആനോട് ഉപദേശം ആവശ്യപ്പെടും. ഖുർആൻ പറയുന്നതിനനുസരിച്ച് ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഖുർആനാണ് എന്നെ നയിച്ചത്, എന്റെ ഇമാമ് എന്നെ നയിച്ചത് ഖുർആനാണ് എന്ന് ഖബറിങ്കൽ വെച്ച് പറയാൻ സഹോദരാ സാധിക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഖുർആൻ ഒന്ന് പഠിക്കാനെങ്കിലും തയ്യാറാകണ്ടേ? എന്നിട്ട് ഞാനും നിങ്ങളും ഹറമിൻ ഹജറുൽ അസ്വദിൽ വെച്ചുകൊണ്ട് തവാഫ് ആരംഭിക്കുക. എന്തെന്ന് പറഞ്ഞാവോ? തസ്ദീഖം ബി കിതാബിക, നിന്റെ ഗ്രന്ഥത്തെ എന്റെ ജീവിതത്തിൽ വാസ്തവീകരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ സത്യമായി പുലർത്തിക്കൊണ്ട് ഞാനിതാ തവാഫ് ആരംഭിക്കുന്നു. എവിടെയാണ് സഹോദരാ നിന്റെ ജീവിതത്തിൽ ഖുർആൻ? ഖുർആൻ പറയുന്ന മുസ്ലിം എവിടെയെന്ന് ചോദിച്ചാൽ, നിനക്ക് ഖുർആൻ പറയുന്ന മുസ്ലിം എവിടെയെന്ന് ചോദിച്ചാൽ നിനക്ക് ആത്മാർത്ഥതയോടുകൂടി ആ ചൂണ്ടുവിരൽ സ്വന്തത്തിലേക്ക് ചൂണ്ടാൻ കഴിയുമോ?
ഞാനും നിങ്ങളും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ്. ഖുർആൻ പറയുന്ന മുസ്ലിം എവിടെയെന്ന് ഓരോ മുസ്ലിം സുഹൃത്ത് നിന്നോട് ചോദിച്ചാൽ, ഖുർആൻ വരച്ചു കാണിക്കുന്ന മുസ്ലിമിനെ കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് നോക്കിക്കോ എന്ന് പറയാനുള്ള ആർജവം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, തസ്ദീഖം ബി കിതാബിക, നിന്റെ ഗ്രന്ഥത്തെ എന്റെ ജീവിതത്തിൽ വാസ്തവീകരിച്ചുകൊണ്ട്, വഫാഅൻ ബി അഹ്ദിക, നിന്നോടുള്ള കരാറ് പൂർത്തീകരിച്ചുകൊണ്ട്. അതേ, ഓരോ നമസ്കാരത്തിൽ നാം അല്ലാഹുവിനോട് കരാറ് ചെയ്യുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനിലേക്ക് ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഹനീഫ, വളവുള്ള വാതയല്ല, വക്രതയുള്ള വഴിയല്ല, പുരോഹിതന്മാരുടെ വഴിയല്ല, നിന്റെ ഹബീബായ പ്രവാചകന്റെ വഴി. ഹനീഫം മുസ്ലിമ, അനുസരണയോടുകൂടി മുസ്ലിമായിക്കൊണ്ട് ഞാനിതാ വരുന്നു. വമാന മിനൽ മുശ്രികീൻ, ശിർക്കുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല കേട്ടോ. ഒരു മുശ്രിക്കിനെയും ഞാൻ അംഗീകരിക്കില്ല. ശിർക്ക് ചെയ്യുന്നവനോട് പൊരുത്തപ്പെട്ടു പോകാൻ, അത് സ്വന്തം വാപ്പയാണെങ്കിലും ശരി, ആ ശിർക്കിന്റെ വിഷയത്തിൽ വാപ്പയെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. വാപ്പ എന്ന നിലയിൽ ആദരിക്കാൻ, വാപ്പ എന്ന നിലയിൽ എല്ലാ സേവനവും ചെയ്തു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. വാപ്പ ശിർക്ക് ചെയ്താലും ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ വാപ്പയുടെ ശിർക്കിനോട് എനിക്ക് രാജിയാവാൻ സാധ്യമല്ല. എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഈ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല കേട്ടോ. ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല കേട്ടോ. ആ കൂട്ടത്തിൽപ്പെട്ടവനല്ല, കൂട്ടത്തിൽ പോലും കൂടാൻ പാടില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ. ശേഷം പറയുക, ഇന്ന സലാത്തി, എന്റെ നമസ്കാരം, വനുസുകി, എന്റെ ബലികർമ്മം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ മുഴുവൻ കർമ്മവും. ബലികർമ്മം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ബലികർമ്മം എന്തിനാ, ഉലുഹിയത്ത് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? പടച്ചവനെ, നിനക്ക് വേണ്ടി എന്തും സമർപ്പിക്കാൻ സന്നദ്ധമാണ് എന്ന് പറയുന്നതിന്റെ ശക്തമായ പ്രതീകമാണ് ഉലുഹിയത്ത്. സ്വന്തം മകനെ നാൽക്കാലിയെപ്പോലെ നിലത്തേക്ക് വലിച്ചിട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് സ്വന്തം മകന്റെ കഴുത്തിൽ സ്വന്തം കൈകൊണ്ട് ആഞ്ഞു വെട്ടേണ്ട സാഹചര്യം വന്നാൽ, പടച്ചോനെ, നിന്റെ ദീനിന് വേണ്ടിയാണെങ്കിൽ, നീ ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ അതും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സന്നദ്ധതാ മനോഭാവത്തിന്റെ പരസ്യമായ അമലാണ് കേട്ടോ ഉലുഹിയത്ത് എന്ന ബലികർമ്മം. അതുകൊണ്ട് കേവലം കശാപ്പല്ല, നീ ഇറക്കുന്നത് നിന്റെ ഇസ്മായിലിനെയാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതെന്താണോ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറാണ് എന്നതിന്റെ ശക്തമായ പ്രഖ്യാപനമാണ്, അതിന്റെ പ്രതീകമാണ് കേട്ടോ ബലികർമ്മം. അതുകൊണ്ട് പറഞ്ഞത്, ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമാതി, എന്റെ ജീവിതം, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാന് ഞാനിതാ എഴുതി കൊടുക്കുന്നു. നമ്മുടെ ജീവിതം പടച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ നമ്മുടെ ഇഷ്ടവും അനിഷ്ടമൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മകളുടെ ഒരു കല്യാണം വരട്ടെ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ചെയ്തു കൂട്ടുകയുള്ളൂ. ആഡംബരം പാടില്ല, സ്റ്റേജ് ഷോ പാടില്ല, അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ കലരുന്നത് ശരിയല്ല, അതേപോലെ തന്നെ ധൂർത്ത് പാടില്ല. ഹബീബായ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. വിവാഹത്തിൽ വെച്ച് ഏറ്റവും ബർക്കത്തുള്ള വിവാഹം ഏതാണെന്ന് അള്ളാന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന, പലതരത്തിൽ വെറൈറ്റി ഫുഡുകൾ തയ്യാറാക്കുന്ന വിശാലമായ സൗകര്യമുള്ള കല്യാണ സദസ്സല്ല കേട്ടോ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ബർക്കത്തുള്ള സദസ്സ്. മറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ഐശ്വര്യമുള്ള വിവാഹം, നിക്കാഹി ബർക്ക, നിക്കാഹുകളിൽ വെച്ച്, വിവാഹത്തിൽ വെച്ച് ഏറ്റവും ഐശ്വര്യമുള്ള, ഏറ്റവും ബർക്കത്തുള്ള വിവാഹം, ഐസറു മുഅ്നതൻ, ഏറ്റവും ചെലവ് ചുരുങ്ങിയ വിവാഹമാണ്. നിന്റെ മകളുടെ ബ്യൂട്ടീഷ്യന് വേണ്ടി പോലും നീ 1,00,000 ചെലവഴിച്ചെങ്കിൽ സഹോദരാ, നിന്റെ വീടിന്റെ അയൽപക്കത്തുണ്ടല്ലോ
വെട്ടിച്ചുവിടാൻ പ്രയാസപ്പെടുന്ന, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ വൃക്കരോഗികളില്ലായിരുന്നു, ക്യാൻസർ ബാധിച്ചവരില്ലായിരുന്നു, അതിലൊരാളെ ചികിത്സിക്കാൻ നീ ആ പണം ചെലവഴിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചയക്കാൻ നീ ആ പൈസ ചെലവഴിച്ചിരുന്നുവെങ്കിൽ എത്രയോ ഗുണകരമാകുമായിരുന്നു. നിന്റെ ഈ ദൂർത്തുണ്ടല്ലോ, പടച്ചവൻ നൽകി സമ്പത്തുണ്ടല്ലോ, നിന്റെ തന്നിഷ്ടപ്രകാരം ചെലവഴിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ താല്പര്യവും നാടിന്റെ താല്പര്യവും നിന്റെ മനസ്സിന്റെ ആ സങ്കുചിതത്വത്തിന്റെ, സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, ആ സമ്പത്തിന്റെ പേരിലുള്ള ആ പൊളപ്പിന്റെ, സമ്പത്തിന്റെ പേരുള്ള പുളപ്പിന്റെ, സമ്പത്തിന്റെ പേരിലുള്ള ആ പൊങ്ങച്ചത്തിന്റെ താല്പര്യവും ഏറ്റുമുട്ടിയപ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ താല്പര്യമേ സഹോദരാ നീ മാറ്റിവെക്കുന്നില്ലേ? നമ്മിൽ പലരും ഇത് ചെയ്യുന്നവരല്ലേ എന്ന് ആലോചിച്ച് നോക്കണം. ചിലർ വലിയ അളവിൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന നിലയിൽ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവരല്ലേ? ഇവിടെ പറയാമോ, പടച്ചവനെ എന്റെ ജീവിതം നിനക്കുള്ളതാ, എന്റെ മരണവും നിനക്കാ, നിന്റെ മാർഗത്തിൽ ഞാൻ വേണമെങ്കിൽ ഈ ജീവൻ നൽകാൻ, ഈ ജീവൻ ദാനം ചെയ്യാൻ, ഈ ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധമാണ്. ഇതാ നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാ, ഇതൊന്നും ഉൾക്കൊള്ളാറില്ല. സംസ്കാരത്തില് ഒരു ചടങ്ങാ നമുക്ക്. പിന്നെന്താ പറയുന്നത്? നിന്റെ ഹബീബായ നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സുന്നത്തിനെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അനുകരിച്ചുകൊണ്ട് ഞാനിതാ തുടങ്ങുന്നു. തവാഫ് തുടങ്ങുമ്പോ പറയുന്നതാ മനുഷ്യ വിജയത്തിന്റെ അടിസ്ഥാനങ്ങളാ ഇവിടെ പറയുന്നത്. ഈമാൻ, രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തൽ, മൂന്നാമത്തത് പടച്ചതമ്പുരാൻ വെച്ച കരാർ പൂർത്തീകരിക്കൽ, നാലാമത്തത് ഇതിനൊക്കെയുള്ള അനുകരണീയമായ മാതൃക ഹബീബായ പ്രവാചകന്റെ സുന്നത്തെ ചര്യ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുപോകുക. ഇത് ചെയ്തുകൊണ്ട് ഞാനിതാ തവാഫ് ആരംഭിക്കുന്നു എന്നാ പറയുന്നത്. സഹോദരാ, അങ്ങനെ നീ തവാഫ് ചെയ്യുന്നു, നീ തവാഫ് ചെയ്തു പോകുന്നു. ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലൂടെ അല്ലെങ്കിൽ മുന്നിലൂടെ നീ ഇങ്ങനെ പോയി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ നിനക്കൊരു അരബിത്ത് കാണാൻ കഴിയും കേട്ടോ. അരബിത്ത് നീ മനസ്സിലാക്കണം, അതെന്താണെന്നറിയുമോ? അതാണ് ഹിജ്ർ ഇസ്മായിൽ. ആഡംബരത്തിന്റെ കൊട്ടാരത്തിൽ കിടക്കുന്ന സഹോദരാ, ആഡംബരത്തിന്റെ കൊട്ടാരം പണിതുകൊണ്ടിരിക്കുന്ന, ആഡംബരത്തിന്റെ പുതിയ പുതിയ വെറൈറ്റികളും പുതിയ പുതിയ ലോകങ്ങളും പുതിയ പുതിയ കവാടങ്ങളും തുറക്കുന്നതിൽ മത്സരിക്കുന്ന സഹോദരാ, നീ മനസ്സിലാക്കണം കേട്ടോ. നിന്റെ ആദർശ പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന, അറബി വംശത്തിന്റെ തായ്വേരായിരുന്ന ഹാജറ, മകൻ ഇസ്മായിൽ, ഇവരവിടെ ഹിജ്ർ ഇസ്മായിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു തുണി കൊണ്ട്, ഒരു ഷാമിയാന, നമ്മുടെ ഭാഷ പറഞ്ഞ ഷാമിയാന എന്നല്ല പറയുന്നത്, ഒരു തുണി കൊണ്ടുള്ള പന്തലും. അവിടെ താമസിച്ചിരുന്ന ഒരു ഇസ്മായിലിനെ നിങ്ങൾക്ക് ഓർമ്മ വരണം കേട്ടോ. അവിടെ താമസിച്ചിരുന്ന ഹാജറയെ നിങ്ങൾക്ക് ഓർമ്മ വരണം. 5 സ്റ്റാർ സൗകര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്ന, സുഖിക്കാൻ വേണ്ടി ചെന്നിട്ടുള്ള, ടൂർ പ്രോഗ്രാം എന്ന നിലയിൽ ചെന്നിട്ടുള്ള നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. കാരണം നീ ആഡംബരത്തിന്റെ രാജകൊട്ടാരം പണിയുകയാണ്, അതിലാണ് കിടക്കുന്നത്. അങ്ങനെ കിടന്ന് നീ അതേ തവാഫ് ചെയ്യുമ്പോൾ അവിടെ ഒരു തുണിപ്പന്തലിൽ താമസിച്ചിരുന്ന ഹാജറെ നീ ഓർക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇസ്മായിലെ നീ ഓർക്കണം കേട്ടോ. ആ ഹിജ്ർ ഇസ്മായിൽ മറ്റൊരു കാര്യം കൂടി നിന്നോട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഹിജ്ർ ഇസ്മായിലിന്റെ ചരിത്രം എന്താ? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധുക്കൾക്ക് കഅബയിൽ കയറാൻ കഴിയുന്നത് ഹിജ്ർ ഇസ്മായിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. കാരണം ഹിജ്ർ ഇസ്മായിലിന്റെ കുറച്ച് ഭാഗം കഅബയുടെ ഭാഗമാണ്. ആ ഭാഗത്ത് കയറി നമസ്കരിച്ചാൽ കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കും 100% ഉറപ്പിച്ചു പറയാം. അല്ലാതെ ആ കഅബയുടെ ഉള്ളിൽ കയറാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പൊ ഞാൻ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഅബയ്ക്കുള്ളിൽ കയറിയ ആളുടെ പേര് നിങ്ങൾക്കറിയുമോ? BJPയുടെ MP ആയിരുന്ന ഷാനവാസ് എന്ന് പറയുന്ന ഒരു MP ഇല്ലേ ഉത്തർപ്രദേശില്, മൂപ്പരായി ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഅബയിൽ കയറിയത്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. മറ്റൊരു വിഷയമാ, ബന്ധിപ്പിക്കേണ്ടതാ. തൽക്കാലം ഞാൻ അങ്ങ് വിടുന്നു. നിങ്ങൾക്കും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുന്നു. എന്തുമാകട്ടെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധുക്കൾക്ക് കയറാൻ കഴിയുന്ന എവിടെയാ? എന്താ അതിന്? ഈ അള്ളാഹുവിന്റെ പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന് 5 വർഷം മുമ്പ് കഅബ ഖുറൈശികൾ പുതുക്കിപ്പണിതപ്പോ എന്ത് ചെയ്യാണ്? നമ്മളെ പോലെയല്ല, നമ്മൾ പള്ളി പണിയാൻ നിന്ന ആരാണോ പൈസ തരുന്നത് അതെല്ലാം മേടിച്ചിടും. അപ്പൊ നമുക്ക് പലിശക്കാരൻ പ്രശ്നമല്ല, കൊള്ളക്കാരൻ പ്രശ്നമല്ല, കൈക്കൂലിക്കാരൻ പ്രശ്നമല്ല, കള്ളം പ്രശ്നമല്ല. എത്ര കള്ളത്തരവും കൊള്ളത്തരവും ചെയ്യുന്നവനാണെങ്കിലും ശരി, പൈസ കിട്ടുമോ മേടിച്ചിടും അല്ലേ? പക്ഷെ ഖുറൈശികൾ അങ്ങനെയല്ലായിരുന്നു. കാരണം നമ്മുടെ ഇത്രയും ഈമാനിക ബോധേ, നമ്മളെ എത്രയും വിശ്വാസ സംസ്കാരം അവർക്കില്ലായിരുന്നു. തിരിച്ചറിയണം.
അതിനുവേണ്ടി ഞാനീ പറയുന്നത്. ഖുറൈശികൾക്ക് നമ്മുടെ അത്രയും വലിയ ഈമാനില്ലായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തെന്താണെന്നറിയോ? അവരെന്ത് ചെയ്യാണ്? അവർക്ക് തന്നെ അറിയാം ചില സമ്പത്ത് മോശമാണെന്ന്. അതൊക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ ഒരു ഭവനം പണിയുമ്പോൾ, ആദരവായ കഅബ പണിയുമ്പോൾ നല്ല സമ്പത്ത് കൊണ്ടേ പണിയാവൂ എന്ന് പറഞ്ഞ് നല്ല പൈസ മാത്രം ഒരുമിച്ച് കൂട്ടിയപ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കിയിടാൻ നിർബന്ധിതരായിപ്പോയി. കാരണം അത് പരിപൂർണമായിട്ടും കഅബ പണിയാൻ പൈസ തികയില്ല. അപ്പൊ പൈസ തികയാത്തപ്പോ ഏതെങ്കിലും കൊള്ളക്കാരനോ കൊണ്ടുവന്നത് ഇരിക്കട്ടെ എന്ന് അവർ കരുതിയില്ല. നല്ലത് മാത്രം ഇങ്ങോട്ട് മതി. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. ഞാനും നിങ്ങളും വിശ്വാസിയാണെങ്കിലും പറയുക മാത്രം ചെയ്യുന്ന, എന്നാൽ ഖുറൈശികൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടൊരു കാര്യമുണ്ട്. അല്ലാഹ് നല്ലവനാ, നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹ് നല്ലവനാ, അതുകൊണ്ട് നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നത് അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവരെന്ത് ചെയ്തു? കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടു. ആ ഒഴിവാക്കിയിട്ട് ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നീ മനസ്സിലാക്കണം, ആരെങ്കിലും പറ്റിച്ച, ആരെങ്കിലും വഞ്ചിച്ച, കരിഞ്ചന്ത നടത്തിയ, കൈക്കൂലി വാങ്ങിച്ച് അഴിമതി നടത്തി അതിന് കൂട്ടുനിന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും പൊതുമുതൽ ചോർത്തിയെടുത്ത് നിലനിൽപ്പിന്റെ അടിത്തറ പണിതിട്ട് അതിൽ നിന്നുണ്ടായ സമ്പത്തിന്റെ തിന്നബലത്തിൽ നീ ചവിട്ടുപടിയിലേക്ക് വരണ്ട കേട്ടോ, ഈ മതാബിലേക്ക് നീ വരണ്ട കേട്ടോ. അങ്ങനെയുള്ള സമ്പത്തുമായിട്ട് ഈ ഹിജ്ർ ഇസ്മായിലിന്റെ ചുറ്റുവട്ടത്തുകൂടെ നടക്കാൻ എന്താണോ നിനക്ക് അർഹത? അങ്ങനെയുള്ള സമ്പത്തിന്റെ തിന്നബലത്തിൽ, ധിക്കാരത്തിൽ നീ ഇങ്ങോട്ട് വരണ്ട എന്ന ഹിജ്ർ ഇസ്മായിൽ നിന്നോട് വിളിച്ചു പറയുന്നുണ്ട്. ഈമാനുണ്ടോ കേൾക്കാൻ കഴിയും, ഈമാനുണ്ടോ കേൾക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ പറയുന്നത് ഹജ്ജിന് പോകുമ്പോൾ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ഹിജ്ർ ഇസ്മായിൽ വട്ടത്തോടി പോയി അവൻ അങ്ങനെ വന്ന് റുക്കുനുൽ യമാനിയിൽ വരുന്നു. റുക്കുനുൽ യമാനിയിലും ഹജറുൽ അസ്വദിന്റെ മൂലയുടെയും ഇടയിൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. നാം ഏവർക്കും അറിയാവുന്ന പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അറിയില്ലാത്തവരാരും കാണില്ല. ഇതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയും തവാഫിൽ പഠിപ്പിക്കുന്നില്ല. ഇത് തന്നെ ചൊല്ലൽ നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞതെല്ലാം ഹജ്ജും ഉംറയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ചൊല്ലൽ നിർബന്ധമായ ഒന്നും ഹജ്ജിലും ഉംറയിലുമില്ല. നമ്മുടെ ചില ഉസ്താദുമാർ, പടച്ചോൻ അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, ചിലർ ഹജ്ജ് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ആളുകൾക്ക് തോന്നും, പടച്ചോനെ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ? ഉസ്താദ് ഇല്ലാതെ എങ്ങനെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന? ഉസ്താദ് ഇല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലോട്ട് വല്ലാതെ അങ്ങ് പ്രയാസമാക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഹജ്ജിലും ഉംറയിലും ചൊല്ലൽ നിർബന്ധമായ ഒരു ദിക്റുമില്ല. പിന്നെ ആർക്കും ചെയ്യാൻ പാടില്ല, പിന്നെ ആർക്കും ചെയ്യാവുന്നതല്ലേ. അതുകൊണ്ട് കുണ്ഠിതപ്പെടേണ്ടതില്ല. എന്നെക്കൊണ്ട് സാധിക്കോ ഇല്ലയോ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ആർക്കും സാധിക്കും. ആ വിശ്വാസികളുടെ പാൽക്കടലിൽ ലയിച്ചു ചേരലാണ് യഥാർത്ഥത്തിൽ തവാഫ്. കാബയാവുന്ന ആ കല്ലിനു ചുറ്റും, പാറക്കെട്ടിനു ചുറ്റും വെള്ളം അലറിത്തിരിയുന്നത് പോലെ വിശ്വാസികളുടെ തിരമാലയാണ്, വിശ്വാസികളുടെ പാൽക്കടലാണ്. അതിൽ ലയിച്ചു ചേരലാണ് സഹോദരാ തവാഫ്. അതിൽ ലയിച്ചു ചേരലാണ്. ഞാനെന്ന വികാരത്തെ മാറ്റിവെച്ചുകൊണ്ട് പടച്ചവനെ മാത്രം ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നെഞ്ചും കൂട്ടിൽ അല്ലാഹുവിനെ മാത്രം കുടിയിരുത്തിക്കൊണ്ട് അല്ലാഹ് എന്ന ചിന്തയിൽ നീ അല്ലാഹുവിന്റെ ആ വീടിനെ തവാഫ് ചെയ്തോ. അതിൽ സുന്നത്തായ 2 ദുആയേ പറയുന്നുള്ളൂ. തുടക്കത്തിലുള്ള ദുആയും ഈ 2 മൂലകൾക്കിടയിലുള്ള ദുആയും. ബാക്കി നിനക്കറിയാവുന്ന ദിക്റുകൾ, അറിയാവുന്ന ഖുർആൻ, അറിയാവുന്ന സൂക്തങ്ങൾ, ഇനി ഒന്നും അറിയില്ലേ മലയാളത്തിലെങ്കിലും നീ ചോദിച്ചോ, കുഴപ്പമില്ല. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല കേട്ടോ, ഇത് പറയുമ്പോഴത്തേക്കും പുത്തമ്പാതിയാക്കരുത്. മലയാളത്തിൽ അവിടെ വെച്ചിട്ട് ചെല്ലാവോന്ന്. മലയാളത്തിൽ ചെല്ലുന്നത് അനുവദനീയമാണെന്ന് ഫിഖ് ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെ ഉറപ്പായ സംഗതി. ഞാൻ അതിന്റെ ഇതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതാണ് തവാഫ്. ഈ തവാഫിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ പടച്ചവനിലേക്ക് ലയിച്ചു ചേരില്ല. നമ്മൾ കണ്ടിട്ടില്ലേ
ഉമ്മായുടെ തുണിത്തുമ്പിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മായുടെ സാരിയുടെ തലപ്പിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മായുടെ പർദ്ദയിൽ പിടിച്ചുകൊണ്ട് എനിക്കിന്നത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിക്കുന്ന കുട്ടിയെ കണ്ടിട്ടില്ലേ? എന്നതുപോലെ ഓരോ ഹാജിയും ഓരോ വിശ്വാസിയും പടച്ചതമ്പുരാൻ ഉമ്മറപ്പടിയിൽ ചെന്നുകൊണ്ട് ആ കാബയുടെ കില്ലയിൽ പിടിച്ചുകൊണ്ട് പറയുക, പടച്ചവനെ പൊറുത്തു തന്നേ പറ്റൂ. ജീവിതത്തിൽ പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്, പലതും സംഭവിച്ചു പോയിട്ടുണ്ട്, പല ധിക്കാരവും ചെയ്തിട്ടുണ്ട്. മാപ്പാക്കി തന്നേ പറ്റൂ, മാപ്പാക്കി തന്നേ പറ്റൂ. ഇനി ഒരിക്കലും ഞാനതൊന്നും ചെയ്യില്ല. ഇബ്രാഹിമിന്റെ ആദർശ പ്രതിബദ്ധതയോടെ, ഇസ്മായിലിന്റെ അനുസരണയോടെ, ഹാജറയുടെ തവക്കുലോടെ ജീവിതം ഞാൻ സംസ്കരിച്ചുകൊള്ളാം എന്ന് സമ്മതിക്കല യഥാർത്ഥത്തിൽ തവാഫ്. അവിടെ എവിടെയാ തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഅബ പോലെ ഇടതുവശത്താ. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? ഏത് കാര്യവും വലതുകൊണ്ട് തുടങ്ങൽ സുന്നത്താന്നല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ വലതുഭാഗം അല്ലേ? ഒരു ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും ആദ്യം എന്ത് ചെയ്യുക? വലതു ചെരുപ്പ് ധരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായൊരു മാതൃക. ഇനി ഒരാളെ ഇടതുകാലിയിട്ട് ധരിച്ചു എന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? മാനമിടിഞ്ഞു വീഴുമൊന്നുമില്ല. അയാൾ ഇസ്ലാമിക വിരുദ്ധമായി ചെയ്തു എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഒരു ഇസ്ലാമിക സംസ്കാരം അതാ, എന്നും വലതുകൊണ്ടാ. പക്ഷെ ഇവിടെ മാത്രം എന്താ? ഇടതാ. കാരണം എന്താ? സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഇടതു ചുറ്റിയാണ്. പ്രകൃതിയോടാണതിന് താതാത്മ്യം. കാരണം പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണത്, പ്രപഞ്ചനാഥന്റെ വീടാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഇടതു ചുറ്റിയാണ് അവൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 7 പ്രാവശ്യം തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യുമ്പോൾ ഒന്നു ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. പെണ്ണിനെ തൊട്ടു എന്നോർത്തുകൊണ്ട് ഒന്നു പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ പെണ്ണിനെ തൊട്ടിട്ട് ഒന്നു പോകുമെന്ന് വിശ്വാസമാണ് എങ്കിൽ ഒരുപക്ഷെ 40 ദിവസം നിന്നാലും അവന്റെ തവാഫ് പൂർത്തിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം പെണ്ണുങ്ങൾ, നമുക്കറിയാം, പെണ്ണുങ്ങൾ ഒരച്ചടക്കവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഉരുമ്മി പലപ്പോഴും അച്ചടക്കത്തിന്റെ വിഷയത്തിലും ഒതുക്കത്തിന്റെ വിഷയത്തിലും പെണ്ണുങ്ങൾ ഹറമിൽ വരുമ്പോൾ തവാഫിന്റെ വേളയിൽ വളരെ പിന്നോക്കം തന്നെയാണ്. പക്ഷേ പെണ്ണിനെ തട്ടാതെ തവാഫ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് പെണ്ണിനെ തട്ടി എന്നൊന്ന്, പെണ്ണിനെ തൊട്ടു എന്നോർത്തുകൊണ്ട് ഒതു പോകുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ എന്ത് അല്ലാതെ ഒതു പോയാൽ, അഥവാ കീഴ്വായു കൊണ്ട് ഒതു പോയി എന്ന് വിചാരിക്കുക, ഒതു പുതുക്കണം. 3ാമത്തെ ചുറ്റിലാണ് ഒതു പോയതെങ്കിൽ അവൻ പോയി ഒതു പുതുക്കിക്കൊണ്ടുവന്നിട്ട് ആ 3ാമത്തെ ചുറ്റു മുതൽ ആരംഭിച്ചാൽ മതി. അതേപോലെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവന് സംശയം തോന്നി, ഇത് 4ാമത്തേതാണോ 5ാമത്തേതാണോ എന്ന് സംശയം തോന്നിയാൽ സംശയമില്ലാത്തതിന് മുറുകെ പിടിക്കണം. 4ആണോ 5ആണോ എന്ന് സംശയം തോന്നിയാൽ സംശയമില്ലാത്തത് 4അല്ലേ, ഉറപ്പായ സംഗതി 4അല്ലേ, 4 എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ തുടങ്ങണം. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം ഹജറുൽ അസ്വദിന്റെ അവിടെ വരുമ്പോൾ അവന്റെ ഒരു തവാഫ് പൂർണ്ണമായി. ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിപ്പിക്കണം. അതിനുശേഷം ആ ഹജറുൽ അസ്വദ് തവാഫ് കഴിഞ്ഞതിന് ശേഷം അവൻ പോകുകയാ. വത്തഹിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. അവനവനോ മുഖത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്ത് തെളിഞ്ഞു വരുന്നു. വത്തഹിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം മഖാമിനെ നമസ്കാര സ്ഥലമാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുന്നതിന് വേണ്ടി കയറി നിന്ന കല്ല്, ആ കല്ലാണ് മഖാം ഇബ്രാഹിം. ആ മഖാം ഇബ്രാഹിം സ്ഥാപിച്ചതിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ മാത്രം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ എവിടെയാണോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിനക്ക് സ്ഥലം കിട്ടുന്നത്, അത് ഹറമിന്റെ ഏത് ഭാഗത്താണെങ്കിലും വേണ്ടില്ല, അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. ആദ്യ റക്അത്തിൽ ആദർശ വിശുദ്ധിയെ വിളിച്ചറിയിക്കുന്ന, വിശ്വാസ പ്രതിബദ്ധതയെ ഊട്ടി ഉറപ്പിക്കുന്ന, ശിർക്കുമായിട്ടും കുഫറുമായിട്ടും ലവലേശം സന്ധി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് വിളിച്ചു പറയുന്ന സൂറത്തുൽ കാഫിറൂൻ, 2ാമത്തെ സൂറത്തിൽ 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, അല്ലാഹുവിനെ ഏറ്റവും സുന്ദരമായി സംക്ഷിപ്തമായ വചനങ്ങളിൽ കൂടി അല്ലാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തുന്ന, വഹ്ദാനിയത്തിനെ പരിചയപ്പെടുത്തുന്ന, അല്ലാഹുവിനെ സുന്ദരമായി ചിത്രീകരിക്കുന്ന സൂറത്തുൽ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തോത്. ഇത് സുന്നത്താ. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ആ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സുദീർഘമായി ദുആ ചെയ്യണം. ആ ദുആ ചെയ്തതിന് ശേഷം സഹോദരാ, നീ അല്പം സമയം അവിടെ ചെലവഴിക്കണം. കാരണം നീ എവിടെയാ നിൽക്കുന്നത്? മഖാം ഇബ്രാഹിം,
ഇബ്രാഹിം നിന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥലത്താണ്. ആരാണ് ഇബ്രാഹിം എന്ന് നീ അവിടെ നിന്നുകൊണ്ട് വായിച്ചെടുക്കണം. എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാൻ തന്റെ കോടിക്കണക്കിന് വരുന്ന അടിമകളിൽ നിന്നും ഇബ്രാഹിമിനെ മാത്രം തന്റെ ആത്മമിത്രമായിട്ട് തെരഞ്ഞെടുത്തത്? ഓരോ വിശ്വാസിയും നമസ്കാരത്തിൽ ഓരോ പ്രാവശ്യം ഇബ്രാഹിമിന് വേണ്ടി സലാത്ത് ചെല്ലുന്നുണ്ട്. ധാരാളം പ്രവാചകന്മാരുണ്ട്. പക്ഷേ ഇബ്രാഹിമിന്റെ പേരിൽ നാം സലാത്ത് ചെല്ലുന്നുണ്ട്. സലാത്തിൽ വെച്ച് ഏറ്റവും സമുന്നതമായ സലാത്ത്, സലാത്തിൽ വെച്ച് ഏറ്റവും ഇസ്ലാമികമായ സുന്ദരമായ പ്രതിഫലാർഹമായ സലാത്ത് ഇബ്രാഹിമി സലാത്താണ് എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയുള്ള ഇബ്രാഹിമി സലാത്ത് എന്തിനാ ഇബ്രാഹിമിന്റെ പേരിൽ ഓരോ നമസ്കാരത്തിലും സലാത്ത് ചെല്ലുന്നത്? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഇതൊക്കെ പടച്ചവനാ. എന്നാൽ ഇമാമുന്നാസ് എന്ന പദവി അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് ചാർത്തി കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചാർത്തി കൊടുത്തത് എന്ന് ആ ഇബ്രാഹിമിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ ഒന്ന് വായിച്ചെടുക്കണം. ഈ ആദർശത്തിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങളുടെ പാറക്കെട്ടുകൾ, പരീക്ഷണങ്ങളുടെ തിരമാലകൾക്ക് മുന്നിലും തന്റെ ആദർശം അടിപതറാത്തതാണ്, അചഞ്ചലമാണ്, ഇളക്കം തട്ടാത്തതാണ് എന്ന് പ്രായോഗികമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് കേട്ടോ ഇബ്രാഹിമിന്റെ ഏറ്റവും വലിയ വ്യതിരക്തത. ഇബ്രാഹിം ഈ ആദർശത്തിന് വേണ്ടി പണിയെടുത്തപ്പോൾ വലിയ അഗ്നികുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതേ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ഒറ്റയാനായി കയറി ചെന്നുകൊണ്ട് ഫറോവയുടെ രാജാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ രാജാധികാരം പരിചയപ്പെടുത്തിയ വിഗ്രഹങ്ങളുടെ ഗോഡൌണിലേക്ക് കയ്യിൽ മഴുവേന്തിക്കൊണ്ട് കടന്നു ചെന്നുകൊണ്ട് ആളുകളെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചുകൊണ്ടും ദഅവത്ത് നടത്തിയ മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം, ആ മഹാമനീഷയെ അവിടെ വെച്ചുകൊണ്ട് സഹോദരാ നീ വായിച്ചെടുക്കണം. നീ എവിടെയാ നിൽക്കുന്നത്? ഇബ്രാഹിമിന്റെ സ്ഥലത്താ. അതിന്റെ ഉത്തരവാദിത്വ ബോധം നിനക്കുണ്ടാകണം, ഒപ്പം വിനയവും ഉണ്ടാകണം. ആ വിനയത്തോടുകൂടി ആ വിനയം നിന്നെ എങ്ങോട്ടാ പിന്നീട് അടുപ്പിക്കുന്നത് അറിയുമോ? കഅബയുടെ വാതിലിന്റെ അടുക്കലേക്ക്, മുൽതസം ആളുകൾ പറ്റിപ്പിടിച്ചു കിടക്കുന്ന സ്ഥലം, അഥവാ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലം. സഹോദര, അനുഭവം കൊണ്ട് പറയുന്നതാ. ആ മുൽതസമിലേക്ക് സ്വന്തം നെഞ്ചും മുഖവും ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് പടച്ചവനോടൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും ജീവിതത്തിൽ അത് നമുക്ക് ഗുണകരമാണ് എങ്കിൽ അല്ലാഹ് അത് സാധിച്ച് തന്നിരിക്കും. സഹോദര, ആ മുൽതസമിലേക്ക് വിനയത്തോടുകൂടി ഒന്ന് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ വിശ്വാസികൾ ഒരു തേങ്ങല കാണാൻ കഴിയുന്നത് കഅബയുടെയും ഹജറുൽ അസ്വദിന്റെ മൂലയുടെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽതസം. കഅബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെ മൂലയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. ആ മുൽതസമിലേക്കൊന്ന് നെഞ്ച് ചേർത്ത് വെച്ച്, മുഖം ചേർത്ത് വെച്ച് ഒന്ന് പൊട്ടിക്കരയാൻ സഹോദരാ നിനക്ക് സാധിക്കണം. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് പാവങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഹൃദയത്തിനൊരു സമാധാനം, ശാന്തത വന്നു കഴിയുമ്പോൾ നീ പോകുന്നു കേട്ടോ. വയറ് നിറച്ചു കുടിക്കണം സംസം വെള്ളം. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നീരുറവ. മരുഭൂമിയിൽ ഒരിക്കലും പറ്റാത്ത, കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടും ഇന്നും പറ്റാതെ നിൽക്കുന്ന അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നീരുറവ സംസം മതിവരുവോളം കുടിച്ചോണം. മാഉ സംസമ ലിമാ ശുരിബല. സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അത് അതിന് പര്യാപ്തമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുമ്പോൾ ആ സംസം വെള്ളം കുടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിയാ വഅമലൻ മുതഖബ്ബലാ വറിസ്കൻ വാസിയാ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ സംസം വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ സംസം വെള്ളത്തിന്റെ കഥ അന്വേഷിച്ചുകൊണ്ട് സഫാ ഗേറ്റിൽ കൂടി നീ പോകുകയാണ്. എങ്ങോട്ടാ? സഫാ കുന്നിലേക്ക് പോകുകയാണ്. ആ സഫാ കുന്നിലേക്ക് നീ കയറുന്നു. കയറുമ്പോൾ നീ ഓതുന്നു, ഇന്ന സഫാ വൽ മർവത മിൻ
ശാഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ യതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ആയത്ത് മോദിക്കൊണ്ട് സഭയിലേക്ക് കയറുന്നു. സഭയിലേക്ക് കയറി തിരിഞ്ഞു നിൽക്കുമ്പോൾ നിനക്ക് കഅബ കാണാൻ കഴിയും കേട്ടോ. നേരെ നിന്റെ കൺമുന്നിൽ കഅബ. ആ കഅബയെ കാണുമ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് നീ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിനുശേഷം ഒരു ദിക്ർ 3 പ്രാവശ്യം പറയൽ സുന്നത്താണ്. ആ ദിക്ർ ജീവിതത്തിൽ അവിടെയല്ലാതെ വേറെ ഒരു സ്ഥലത്തും പറയൽ സുന്നത്തില്ല. അവിടെ വെച്ച് മാത്രം നമുക്ക് ജീവിതത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ദിക്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ ഹിസാബ വഹ്ദഹു. ചരിത്രം വളരെ വിശാലം, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയം അതിക്രമിച്ചു. അത് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പടച്ചവനോട് ചോദിക്കാവുന്നതെല്ലാം ചോദിച്ചോണം. ആ സഭ കുന്നില്ല. അതിനുശേഷം അല്പം നീ ഒന്ന് നിന്നേ. ആ സഭ നിനക്ക് സംസമിന്റെ കഥ പറഞ്ഞു തരും, ഹാജറയുടെ കഥ പറഞ്ഞു തരും. ആരുമില്ലാത്ത വിജനമായൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ കഅബ. വന്യമൃഗങ്ങളെപ്പോലും പേടിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. അവിടെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറയെയും ആ ചോര പൈതൽ ഇസ്മായിലിനെയും കൊണ്ടുപോയി ആക്കുന്നു. ഒരു തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളം. തോൽസഞ്ചി നമുക്കിപ്പോഴും മക്കയുടെ മ്യൂസിയത്തിൽ ചെന്നാൽ കാണാം. തോൽസഞ്ചികളൊക്കെ കാണണമെങ്കിൽ ഒരു തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളം, കുറച്ച് ഏതാനും കാരയ്ക്ക, അത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ സാധാരണ പ്രസംഗകരിൽ നിന്ന്, പ്രഭാഷകന്മാരിൽ നിന്ന്, വഅദ് നടത്തുന്ന ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ജലശൂന്യമായ, ഫലശൂന്യമായ, ജനശൂന്യമായ സ്ഥലം. അക്ഷരാർത്ഥത്തിൽ ശരിയാണത്. ജലമില്ല, അതുകൊണ്ട് തന്നെ ഫലങ്ങളൊന്നും ഉണ്ടാകില്ല. ജലവുമില്ല, ഫലങ്ങളുമില്ല. അങ്ങനെയൊന്നുമില്ലാത്ത സ്ഥലത്ത് ജനങ്ങളും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കറുകപ്പുല്ലിന്റെ മുള പോലുമില്ലാത്ത ആ മരുഭൂമിയിൽ, വിജനമായ സ്ഥലത്ത്, ആരോരുമില്ലാത്ത സ്ഥലത്ത് ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും ചോര പൈതലെയും കൊണ്ടുപോയാക്കി. എന്നിട്ടിതാ തിരിഞ്ഞു പോകുന്നു. പോകുന്ന സാഹചര്യത്തിൽ ഹാജറ ചോദിച്ചു, അതത്റുക്നി യാ സയ്യിദി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ പ്രിയതമാ, ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുകയാണോ? ഇബ്രാഹിം നബിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഗദ്ഗദകണ്ഠനായി നിൽക്കുകയാണ്, വികാരത്തോടുകൂടി നിൽക്കുകയാണ്. വല്ലാതെ അദ്ദേഹത്തിന്റെ ഹൃദയം വിതുമ്പിപ്പോവുകയാണ്. വീണ്ടും ചോദിച്ചു, ഹാജറ, ഞങ്ങളിവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? ഹൃദയം പൊട്ടുന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഇബ്രാഹിമിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇബ്രാഹിം തിരിഞ്ഞുപോലും നോക്കുന്നില്ല. 3ാമത് വീണ്ടും ചോദിച്ചപ്പോൾ സ്വന്തം ഭർത്താവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ ചോദിച്ചു, അള്ള പറഞ്ഞിട്ടാണോ താങ്കൾ പോകുന്നത്? ഇബ്രാഹിം നബിക്ക് ഒറ്റ വാക്കേ പറയാൻ സാധിച്ചുള്ളൂ, വിതുമ്പിപ്പോയി. നാം അള്ള പറഞ്ഞിട്ടാണ് ഹാജറ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹാജറ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഓരോ സഹോദരന്മാരും നെഞ്ചിലേറ്റണം കേട്ടോ, ഇതല്ല യുവയ്യാനാ, എങ്കിൽ അള്ള ഞങ്ങളെ പാഴാക്കൂല, എങ്കിൽ അള്ള ഞങ്ങളെ പാഴാക്കൂല. അള്ള പറഞ്ഞിടത്തേക്ക് പൊക്കോ. അനുകൂലമായ യാതൊരു സാഹചര്യവുമില്ല. തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിലും അള്ള പറഞ്ഞിട്ടാണോ പോകുന്നത്? എങ്കിൽ പോയിക്കോ, അള്ള ഞങ്ങളെ കൈവിടില്ല. അതാ വെള്ളം വറ്റി, കാരക്കയും തീർന്നു. ഏതെങ്കിലും വഴിയാത്രക്കാരുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ ഹാജറ എന്ന ഉമ്മയുണ്ടല്ലോ, ഒരു ഉമ്മയുടെ മനസ്സ് നമുക്കറിയാമല്ലോ. ഒരു ചോര പൈതലിന് അമ്മിഞ്ഞ പാല് പോലും പകർന്നു കൊടുക്കാൻ കഴിയാത്ത നിലയിൽ വറ്റിപ്പോയി. വെള്ളം കുടിക്കാത്തതുകൊണ്ട് അവരുടെ അമ്മിഞ്ഞ പോലും പറ്റിപ്പോയി. അങ്ങനെയുള്ള ആ ഉമ്മ കയറുകയാണ് സഫാ മലയിലേക്ക്. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ നോക്കി, കാണുന്നില്ല. അവിടെ നിന്നും ഇറങ്ങി താഴ്വരയിൽ വന്നു, അതിശീഘ്രം ഓടുന്നു. വീണ്ടും മർവാ മലയിലേക്ക് കയറുന്നു, നോക്കുന്നു. ഇങ്ങനെ 7 പ്രാവശ്യം കയറി. ആ സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നീരുറവയായ സംസം പൊട്ടുന്നത്. ആ നീരുറവ, ആ അനുഗ്രഹത്തിന്റെ നീരുറവ ഇന്നും പറ്റാതെയുണ്ട് കേട്ട സഹോദര. അത്രയും വലിയ ദൃഷ്ടാന്തം അവിടെ ഇരുന്നിട്ടും അതൊന്ന് കാണണമെന്ന് വിശ്വാസമൊന്ന് പുതുക്കണമെന്ന്, ഒന്ന് ജീവിതത്തിന് സമൂലമായിട്ട് അഴിച്ചു പണിയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സഹോദര, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ
നമ്മുടെ ഭൗതിക പരിപ്രേക്ഷ്യത്തിൽ വീക്ഷണത്തിൽ ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. ദീനിനു വേണ്ടിയാണോ? എന്റെ ഭർത്താവ് എത്ര സമയം ചെലവഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്കൊരു നിബന്ധനയേ ഉള്ളൂ. അതാണ് പെണ്ണുങ്ങൾ പറയേണ്ടത്. ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. പക്ഷേ ആരെയും പറ്റിച്ച്, ആരെയും വഞ്ചിച്ച് അവിഹിതമായ സമ്പാദ്യത്തിൽ കൂടി എനിക്കും എന്റെ പിള്ളേർക്കും വസ്ത്രം വേണ്ട, ആഹരിക്കാൻ വേണ്ട, ഹലാലായത് മാത്രം മതി, നിന്റെ ദീനിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ സന്നദ്ധമാണ് എന്നതിലേക്ക് ഹാജരയിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? 7 പ്രാവശ്യത്തിന് ശേഷം 7 പ്രാവശ്യത്തിന് ഹാജിമാർ ശ്രദ്ധിക്കുന്ന സഭയിൽ നിന്നും അവൻ മറവിയിലേക്ക് പോകുന്ന സാഹചര്യം ബത്നുൽ വാദിയിലെത്തുമ്പോൾ, ബത്നുൽ വാദി എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് തിരിയില്ല, ഒരു പച്ച ലൈറ്റിന്റെ അടയാളം കാണും. ആ 2 പച്ച ലൈറ്റിന്റെ ഇടയിൽ ഓടണം കേട്ടോ. പുരുഷന്മാർക്ക് മാത്രമേ ഓടൽ സുന്നത്തുള്ളൂ. എത്ര പറഞ്ഞാലും ചില പെണ്ണുങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ പെണ്ണുങ്ങൾ ഓടണ്ട കേട്ടോ, ഇസ്ലാം നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ആണുങ്ങൾ മാത്രമാണ് ഓടേണ്ടത്. അവിടെ ഓടിയതൊരു പെണ്ണായ ഹാജറയല്ലേ എന്ന മറുചോദ്യമൊന്നും വേണ്ട കേട്ടോ, നിഷേധത്തിന്റെ ചോദ്യമൊന്നും വേണ്ട കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത്, സമീന വാതൈന, കേട്ടു അനുസരിച്ചു എന്നത് മാത്രം മതി. അവിടെ ആണുങ്ങൾ മാത്രം ഓടണം. ആ ഓടുന്നതിന്റെ ഇടയിൽ ഒരു പ്രത്യേക നബവി പ്രാർത്ഥനയുണ്ട്, റബ്ബിഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അസ്സുൽ അക്രം. ഇതല്ലാതെ ഒരു പ്രാർത്ഥനയും പ്രത്യേകിച്ച് അവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിച്ചോ, ഇഷ്ടമുള്ള അറിയാവുന്ന ഖുർആൻ സൂറത്തൊക്കെ ഓതിക്കോ. ഇതാണ്. അതല്ലാതെ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന അറബി ഭാഷ നേരെ വായിക്കാൻ അറിയില്ല, അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ അറബി അക്ഷരമാലയിൽ എന്ത് ചെയ്യാണ്, കടിപിടി കൂടിക്കൊണ്ട് തവാഫിന്റെ മുഴുവൻ വികാരവും ചോർത്തിക്കളയുന്ന പണി നമ്മുടെ ഹാജിമാരിൽ ബഹുഭൂരിഭാഗം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. പടച്ചോണ്ടാകട്ടെ. ഇങ്ങനെ മറവ കൊണ്ട് അവൻ അവസാനിച്ചു. അതിനുശേഷം അവൻ എന്ത് ചെയ്യുക? തലമുടി മുണ്ടനം ചെയ്യണം. ശേഷം ഹജ്ജ് വരാനുള്ളത് കൊണ്ട് തലമുടി വെട്ടുന്നതാണ് സുന്നത്ത്. അതിനുശേഷം അതോടുകൂടി അവൻ ഉംറ കർമ്മത്തിൽ നിന്നും പരിപൂർണമായിട്ട് മോചിതനായി സാധാരണ ഡ്രസ്സ് ധരിക്കുന്നു, തഹല്ലുലായി. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അവസാനിപ്പിക്കേണ്ടതുണ്ട്. മിനായിൽ അവൻ ദുൽഹജ്ജ് 8 അന്ന് താമസ സ്ഥലത്ത് നിന്നും ഇഹ്റാം ചെയ്തുകൊണ്ട് അവൻ നേരെ പോവുകയാണ് മിനയിലേക്ക്. മിനയിൽ അന്നേ ദിവസം പരിപൂർണമായിട്ടും രാത്രി അവൻ താമസിക്കണം. ഓരോ വഖത്ത് നമസ്കാരവും അതാതിന്റെ സമയത്ത് കസിറായിട്ട് 2 റക്അത്തായിട്ട് നമസ്കരിക്കണം. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ. അങ്ങനെ 8 അന്ന് അഥവാ ദുൽഹജ്ജ് 8 അന്ന് മിനയിൽ താമസിക്കുന്നു. 8 അന്ന് രാത്രി തന്നെ നമ്മളെ മിക്കപ്പോഴും ഈ തിരക്ക് കാരണമായിട്ട് അറഫയിലേക്ക് കൊണ്ടുപോകും. സുബ്ഹി 9 അന്ന് സുബ്ഹിയും കൂടി നമസ്കരിച്ചിട്ടാണ് അറഫയിലേക്ക് പോകേണ്ടത്. പക്ഷേ തിരക്ക് കാരണം എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് ഭയമുള്ളത് കൊണ്ട് പാതിരാത്രിയിൽ തന്നെ നമ്മൾ അറഫയുടെ മണ്ണിലേക്ക് എത്തിക്കും. അങ്ങനെ അറഫയുടെ മണ്ണിൽ നമ്മളെത്തി. ഉച്ചവരെയും വേറെ പണികളൊന്നുമില്ല. പരസ്പരം പരിചയപ്പെട്ട് ഉറങ്ങുന്നവർ ഉറങ്ങുന്നു, ദിക്റുകൾ ചെല്ലുന്നവർ ദിക്റ് ചെല്ലുന്നു. അങ്ങനെ ളുഹറിന്റെ സമയമായി കഴിഞ്ഞാൽ അവൻ ളുഹറും അസറും കൂടി ജംആക്കി നമസ്കരിക്കുന്നു. ളുഹർ 2 റക്അത്ത്, ശേഷം അസ്ർ 2 റക്അത്ത്. അതിനുശേഷമാണ് ഹജ്ജിന്റെ ക്ലൈമാക്സ് എന്ന് ഹബീബായ പ്രവാചകൻ പരിചയപ്പെടുത്തിയ അറഫ ആരംഭിക്കുകയാണ്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് കേട്ടോ. അതേ, നിന്നെ തിരിച്ചറിയണ്ട, അല്ലാഹുവിനെ തിരിച്ചറിയണ്ട. നീ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ കഴിയുന്ന ദിവസം മാമിൻ യൗമിൻ അഫ്ളലു മിൻ ഇൻദില്ലാഹ് മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തമായ മറ്റൊരു ദിവസവുമില്ല. അതേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈലത്തുൽ ഖദർ. രാത്രികളിൽ ഏറ്റവും വിശുദ്ധമായ രാത്രി ലൈലത്തുൽ ഖദറാണ് എങ്കിൽ പകലുകളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ പകല് അറഫയുടെ പകലാണ്. അന്നേ ദിവസം, അന്നേ പകലിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം അത് നമുക്ക് പറയാനാവില്ല. അത്രത്തോളം ഒരു ദിവസവും മോചിപ്പിക്കുന്നില്ല എന്ന് ഹബീബായ പ്രവാചകൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസമാണ് കേട്ടോ. അല്ലാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഞാനും നിങ്ങളുമാകുന്ന ഹാജിമാരെ നോക്കിക്കൊണ്ട്, കണ്ടോ എന്റെ ഹാജിമാരെ കണ്ടോ, എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, ആദർശ പ്രതിബദ്ധതയുടെ പേരിൽ, ആദർശം ഹൃദയത്തിന്റെ ഉള്ളിൽ വേരുവെച്ചതിന്റെ പേരിൽ, എന്നോടുള്ള അതിരറ്റ പ്രേമത്തിന്റെ പേരിൽ ഇതാ എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് കുളിക്കാൻ പോലും സൗകര്യമില്ലാതെ ജടപിടിച്ച മുടികളുമായി പൊടിപുരണ്ട വസ്ത്രങ്ങളുമായി എന്നെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്ന 2 കരങ്ങളും ഉയർത്തി
മുൻനിർത്തി എന്നെ ഓർത്തുകൊണ്ട് വിതുമ്പിക്കരയുന്ന എന്റെ പ്രിയപ്പെട്ട അടിമകളെ കണ്ടോ മലായിക്കത്തെ എന്ന് പറഞ്ഞുകൊണ്ട് മലായിക്കത്തിന്റെ മുന്നിൽ ഒന്നാം ആകാശത്തേക്ക് സാക്ഷാൽ ഉടയതമ്പുരാൻ പടച്ചതമ്പുരാൻ ഇറങ്ങി വന്നുകൊണ്ട് മേനി നടിക്കുന്ന സന്ദർഭമാണ്. സഹോദരാ, ആ അറഫയുണ്ടല്ലോ, അത് നമുക്ക് പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ആ അറഫ അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയാൻ സാധിക്കണം. അറഫയിൽ വെച്ച് എന്ത് ചോദിച്ചാലും ലഭിക്കും കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കക്ഷം കാണുമാറ് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണിക്കൂറുകളോളം സൂര്യന്റെ താപം ഏറ്റുവാങ്ങിക്കൊണ്ട് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ച മണ്ണാണ്. ആയിരക്കണക്കിന് പ്രവാചകന്മാർ കണ്ണീര് വീണ മണ്ണാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ പാവങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റുപറഞ്ഞുകൊണ്ട് കഴുകിക്കളഞ്ഞ മണ്ണാണ്. ആ മണ്ണിൽ എന്റെ സഹോദരാവുന്ന പൊട്ടിക്കരയാൻ നിനക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെയാണ് സംഭവിച്ചത്. അല്ലാഹുമ്മ ഇന്നക തസ്മഉ കലാമി വതറാ മകാനി വതഅലമു സിദ്ദി വഅലാനിയതി ലാ യഖ്ഫാ അലൈക ശൈഉൻ മിൻ അംരി അനൽ ബായിസുൽ ഫഖീർ അൽ മുസ്തഗീദുൽ മുസ്തജീർ അൽ വജ്റുൽ മുശ്ഫിഖുൽ മുഖിറുൽ മുതരിബു ബിദംബി അസ്അലുക മസ്അലത്തുൽ മിസ്കീൻ. പടച്ചവനെ, ഒരു യാചകൻ എങ്ങനെയാണോ യാചിക്കുന്നത് അതേപോലെ നിന്നോട് യാചിക്കുന്നു നാഥാ. ഹബീബായ പ്രവാചകൻ ആ അറബിയുടെ മണ്ണിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അസ്അലുക മസ്അലത്തുൽ മിസ്കീൻ അബ്തഹിരൈക ഇബ്തിഹാലൽ മുദ്നിബിദ് ദലീൽ അദൂക ദുആൽ ഖായിബിൽ ലരീർ വദുആ മൻ ഖലാത ലക റകബതുഹു വഫാലത ലക അബ്റതുഹു വദല്ല ലക ജിസ്മുഹു വറഹിമ ലക അംബു. അല്ലാഹുമ്മ ലാ തജഅൽ ലനാ ബിദുആയിക ശകിയ വകുല്ലനാ റഊഫർ റഹീമാ യാ ഖൈറൽ മസ്ഊലീൻ വയാ ഖൈറൽ മുഅ്തീൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിന്റെ പ്രിയപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിന്റെ മഹല്ലത്തിലുള്ള നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഓരോരുത്തരുടെയും പരലോക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സഹോദരാ, നീ അവിടെ നിന്നുകൊണ്ട് നിന്റെ പാവങ്ങൾ കഴുകിക്കളയണം. നിന്റെ ദുആയിൽ ലോക മുസ്ലിം ഉമ്മത്തിനെ ഉൾപ്പെടുത്തണം. മഹ്ശറെ അനുസ്മരിപ്പിക്കുന്ന വേദിയാണ്. മഹ്ശറയിൽ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമെങ്കിൽ അതേ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവിടെ അല്ലാഹുവാണ് മഹ്ശറയിൽ വിചാരണ ചെയ്തതെങ്കിൽ ഇവിടെ ഓരോ ഹാജിയും സ്വന്തത്തെ വിചാരണ ചെയ്യുകയാണ്. എന്തിനാ? ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ നാളെ പടച്ചതമ്പുരാൻ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യൂ. നിങ്ങൾ വസിനു അമാലക്കും, നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കുന്നതിന് മുമ്പ് ഇപ്പോഴേ നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി അതിന് മാർക്കിട്ടോ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഈ സമുദായത്തെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യുക? സ്വന്തത്തെ ഒന്ന് അളക്കുകയാണ്, സ്വന്തത്തെ വിചാരണ ചെയ്യുകയാണ്. എത്രത്തോളം വിചാരണ ആത്മാർത്ഥതയുള്ളതാണോ, എത്രത്തോളം വിചാരണ ശക്തമാണോ, അത്രത്തോളം പരലോകത്തെ വിചാരണ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹുമ്മ ഹാസിബിനാ ഹിസാബൻ യസീറാ. ആമീൻ എന്നൊന്ന് പറഞ്ഞോ. പടച്ചവനെ, ഞങ്ങളുടെ വിചാരണ എളുപ്പമാക്കി തരണേന്നാ പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥനയാ. മനസ്സിലായോ? ആ പരലോകത്തുള്ള വിചാരണ അത് എളുപ്പമാകും. ഇവിടെ നിന്റെ വിചാരണ എത്രത്തോളം ശക്തമാണോ, ഇവിടെ നിന്റെ വിചാരണ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണോ, അതനുസരിച്ച് അവിടെ വിചാരണ എളുപ്പമായിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ആ മണ്ണിൽ നിന്റെ കർണപുടത്തിൽ വന്ന് അലയടിക്കുന്നൊരു സന്ദേശമുണ്ട് കേട്ടോ. നിന്റെ കർണപുടത്തിൽ വന്ന് അലയടിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആരാ? ജബലുർ റഹ്മയിൽ അറഫയിലൊരു മൊട്ടക്കുന്ന് കാണാൻ കഴിയും. നമ്മൾ അകലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു മല കാണാൻ കഴിയും. വെള്ളത്തിന്റെ ഒരു വെളുപ്പ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ജബലുർ റഹ്മ. അവിടെ കസ്വ എന്ന ഒട്ടകപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ഹബീബായ പ്രവാചകൻ ഈ സമുദായത്തോട് നടത്തിയ ഉത്ബോധനമുണ്ടല്ലോ. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ, പ്രവാചകന്റെ അന്തിമ വസിയത്ത്, പ്രവാചകന്റെ അന്തിമ പ്രഭാഷണം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആ ഹജ്ജത്തുൽ വദായിലെ ഓരോ സന്ദേശങ്ങളും ദീനീ ബോധമുള്ളവനാണെങ്കിൽ ആ അറഫയുടെ മണലാരുണ്യത്തിൽ നിന്റെ കർണപുടങ്ങളിൽ വന്ന് അലയടിക്കുന്നതായിട്ട് നിനക്ക് അനുഭവപ്പെടും. അവിടെ
അവഗണിച്ചുകൊണ്ട് മനുഷ്യ മഹത്വത്തെക്കുറിച്ച്, മനുഷ്യരുടെയുള്ള സമത്വത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന്റെ അപകടത്തെ സംബന്ധിച്ച്, സാമ്പത്തികമായ അസമത്വത്തിനെതിരെ, സാമ്പത്തികമായ ചൂഷണത്തിനെതിരെ, പലിശയ്ക്കെതിരെ, കൈക്കൂലിക്കെതിരെ, അവിഹിതമായ മാർഗത്തിനെതിരെ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഒരു പ്രവാചക സന്ദേശം, പ്രവാചകന്റെ ഖുതുബ നമ്മുടെ ചെവിയിൽ വന്ന് അലയടിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ അവസാനമായി പറഞ്ഞു, അലാഹൽ ബല്ലഗ്തു. ആയിരക്കണക്കിന് 90,000-ഓളം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കസ്വായ ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് ഹബീബായ പ്രവാചകൻ അവസാനം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചില്ലയോ എന്ന് ചോദിച്ചു. മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബി മാ തറക്തു മിൻ ഷൈഇൻ യുബീദുകും മിനൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബി. നിന്നെ സ്വർഗ്ഗത്തേക്ക് അടുപ്പിക്കേണ്ട എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുപോലും ബാക്കിവെച്ചിട്ടില്ല. നിന്നെ നരകത്തിൽ നിന്നും അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുപോലും ഉപേക്ഷിച്ചിട്ടില്ല. അലാഹൽ ബല്ലഗ്തു. ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, അശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത ദിസാല വഅദൈതൽ അമാന വനസഹ്തൽ ഉമ്മ വജാഹത ബില്ലാഹി ഹഖ്ക ജിഹാദി. ഇന്നും റൗളയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുമ്പോൾ നമ്മൾ സലാം പറയും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ, അസ്സലാമു അലൈക യാ സയ്യിദൽ അംബിയാ, അസ്സലാമു അലൈക യാ ഖീറത്തല്ലാഹി മിൻ ഖൽഖി, അശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത ദിസാല വഅദൈതൽ അമാന വനസഹ്തൽ ഉമ്മ വജാഹത ബില്ലാഹി ഹഖ്ക ജിഹാദി. സഹാബത്ത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മളും ഏറ്റു പറയുന്നതാണ് സഹോദര. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ ചെന്നിട്ട് പറയുക, താങ്കൾ റിസാലത്ത് പൂർത്തീകരിച്ചു, പടച്ചമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു. അമാനത്ത് ഒരു അമാനത്തായിരുന്നു, അത് താങ്കൾ കൃത്യമായിട്ട് പൂർത്തീകരിച്ചു, നിർവഹിച്ചു. വനസഹ്തൽ ഉമ്മ. ഈ ഉമ്മത്തിനോട് താങ്കൾ ഗുണകാംക്ഷ പുലർത്തി. ഈ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താങ്കൾ ജീവിതം ഒഴിഞ്ഞുവെച്ചത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കേണ്ട നിലയിൽ, ജിഹാദ് ചെയ്യേണ്ട നിലയിൽ താങ്കൾ ജിഹാദ് ചെയ്തു. ഇങ്ങനെ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ചൂണ്ടാണി വിരല് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് 90,000-ഓളം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത്, അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുമ്മ അശ്ഹദു. അല്ലാഹുവേ നീ സാക്ഷിയാൻ, അല്ലാഹുവേ നീ സാക്ഷിയാൻ, പടച്ചവേ നീ സാക്ഷിയാൻ. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. വൽയുബല്ലിഗു ഷാഹിദു വൽ ഗായിബ. ഇവിടെ ഈ സന്ദേശം കിട്ടിയവർ, കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ സന്നിഹിതരായവർ, ഇവിടെ ഹാജരായവർ, ഹാജരാകാത്തവർക്ക്, ഇവിടെ വരാൻ കഴിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആ സന്ദേശത്തിന്റെ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കുക എന്നും ഉൾക്കൊള്ളുക എന്നുള്ളതും അന്ത്യനാൾ വരെയുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വം ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അറഫയിൽ നിന്നും മഗ്രിബിന്റെ സമയമായി കഴിയുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ മുസ്ദലിഫയിലേക്ക് പോകുന്നത്. മുസ്ദലിഫയിൽ ചെന്നു, അവൻ ഒദു എടുത്തു. അവൻ ആദ്യം മഗ്രിബ് 3 റക്അത്ത് നമസ്കരിച്ചു, ശേഷം ഇശാ 2 റക്അത്ത് നമസ്കരിച്ചു, ജമ്മും കസ്റുമാക്കി നമസ്കരിച്ചു. അതിനുശേഷം അവൻ വിശ്രമിക്കുന്നു. പട്ടുമെത്തയിലല്ല കേട്ടോ, നീ ഇവിടെ പട്ടുമെത്തയിലല്ലേ കിടക്കുന്നത്, 6 അടി അല്ലെങ്കിൽ 6 ഇഞ്ച് കനമുള്ള കിടക്കയിലല്ലേ നീ കിടക്കുന്നത്. അവിടെ നിന്റെ 6 അടി മണ്ണുണ്ടല്ലോ, നിന്റെ കബറുണ്ടല്ലോ, അതിനനുസ്മരിപ്പിക്കുന്നത് പോലെ നിന്റെ ഈ ശരീരമുണ്ടല്ലോ. തലയൊന്ന് പുതയ്ക്കാനാവില്ല കേട്ടോ, തലയൊന്ന് മൂടാനാവില്ല കേട്ടോ. ഒന്നും മറയില്ല. ഒരു തരത്തിലുള്ള തുണി കൊണ്ടുപോലും ഒരു പന്തലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. മേൽക്കൂരയില്ല. ആ അല്ലാഹുവിന്റെ മണ്ണിൽ, ആ ഭൂമിയിൽ, ആ മണ്ണിൽ നിങ്ങളുടെ മണ്ണാകേണ്ട ഈ ശരീരം കൊണ്ടുപോയി വെക്കണം. നിങ്ങളുടെ മണ്ണാകേണ്ട ഈ ശരീരം ആ മണ്ണിൽ കൊണ്ടുപോയി വെക്കണം. 6 അടി മണ്ണിനെ. ഇതൊന്നും നമ്മുടെ ഹാജിമാർക്ക് പറഞ്ഞു കൊടുക്കൂല. കാരണം ഒരിക്കൽ എന്താ നമ്മുടെ കൂടെ വന്ന ഒരു ഹാജി ചോദിക്കുക, ഞാൻ ഇത്രയും ലക്ഷം രൂപ മുടക്കി വന്നിട്ട് നമ്മൾ ഈ മണ്ണി കൊണ്ടു കിടത്തേക്കുവാണോ? ഇത്രയും ലക്ഷം രൂപ മുടക്കിമാർക്ക് പൈസയും കൊടുത്തിട്ട് കൊണ്ടുപോയി കിടത്തിയിരിക്കുന്ന ഈ മണ്ണിലാ. ഇതാണ് നമ്മുടെ ഹാജിമാരുടെ അവസ്ഥ അവിടെ വരുമ്പോഴുള്ള ജീവിതത്തിലെ അനുഭവമാണ് സഹോദരങ്ങളെ.
തിരിയുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പോക്ക്. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു, അവൻ വിശ്രമിക്കുന്നു. കാരണം വല്ലാതെ പണിയെടുത്തു. അവൻ വിശ്രമിക്കണം. അതുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അങ്ങ് ഉറങ്ങലാണ് സുന്നത്ത്. അവൻ സുബ്ഹി നമസ്കാരത്തിന് ഏതാനും സമയം മുമ്പ് എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ, ആ വെറും മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അവൻ അവിടെ നമസ്കരിക്കുന്നു. അവിടെ പട്ടി തൂറിയോ എന്നൊന്നും ആരും അന്വേഷിക്കൂല കേട്ടോ. ഏതെങ്കിലും സമ്മേളന നഗരിയിൽ നമസ്കരിച്ചാൽ പറയും, ഇവന്മാർക്ക് ഈ പട്ടി തൂറുന്ന സ്ഥലമോ ഉള്ളോ നമസ്കരിക്കാൻ. അതേ സന്ദർഭത്തിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഴുവൻ വിശ്വാസികളെയും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ അവർ വിളിക്കും കേട്ടോ. എങ്ങോട്ടാ? മദീന മൈതാനത്തേക്ക് വിളിക്കും. അപ്പോൾ പട്ടി ഊറുന്നില്ല, വന്ന് ഊറുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആ വെറും മണ്ണിൽ തന്നെ നമസ്കരിക്കേണ്ടത്. അവിടെ നമസ്കരിക്കുകയാണ് കേട്ടോ സഹോദരാ. അവിടെ നമസ്കരിക്കുന്നു. നമസ്കരിച്ചതിന് ശേഷം ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. വിശുദ്ധ ഖുർആൻ പറയുന്നത് അറഫയിൽ നിന്നും ഒഴുകുമ്പോൾ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ഒഴുകുമ്പോൾ. അതേ ജനങ്ങളുടെ ഒരു ഒഴുക്കാണ് സഹോദര. കാണണം ആ ഒഴുക്ക്. നടന്നു പോകാൻ ആരോഗ്യമുള്ളവർ നടന്നു പോകുന്നത് തന്നെ ആ ബുദ്ധി. വാഹനത്തിൽ കയറി ഇരുന്നാൽ ഒരുപക്ഷേ സമയത്ത് അവിടെ എത്തിയാൽ എത്തി എന്നത് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒഴുക്ക. ഖുർആൻ അറഫാത്തിൻ, അറഫയിൽ നിങ്ങൾ ഒഴുകുമ്പോൾ. ഈ ഖുർആനായത്തൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുമല്ലേ സഹോദര? ഒന്ന് ഹജ്ജ് ചെയ്യാൻ മനസ്സുകൊണ്ട് നീ തീരുമാനിക്ക്. വല്ലാത്തൊരവസ്ഥ ഇത്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ഒരിക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, അമലുകളിൽ വെച്ച് ഏറ്റവും മഹത്തായത് ഏതാ? പെട്ടെന്ന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് ചില സമയത്ത് പറയും ജിഹാദാ. ഈ ചോദിക്കുന്ന ആളിന്റെ, ചോദ്യകർത്താവിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവാചകൻ പലപ്പോഴും മറുപടി പറയുന്നത്. ഉമ്മായോടുള്ള ബാധ്യത കൃത്യമായിട്ട് നിർവഹിക്കാത്തവനാണെങ്കിൽ അവനോട് പറയും, നിന്റെ ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്യില്ല ഏറ്റവും നല്ല പണി എന്ന് പറയും. നിസ്കാരത്തിൽ കൃത്യനിഷ്ഠയില്ലാത്തവനാണെങ്കിൽ പറയും, കൃത്യസമയത്ത് നമസ്കരിക്കലാണ് ഏറ്റവും നല്ല അമൽ. ഇങ്ങനെ എന്ത് ചെയ്യാ, ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ ആർക്ക് കഴിയും? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്ക്ക് കഴിയില്ലല്ലോ. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മറുപടി പറയാറില്ല. മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം അദ്ദേഹം പറയും, അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും നല്ല അമലേതാണ്? അഥവാ ഒരു മനുഷ്യനെ സമൂലമായി അഴിച്ചു പണിയാൻ, സംസ്കരിക്കാൻ, ഒരു മനുഷ്യനെ വിശുദ്ധനാക്കാൻ, കൊച്ചുകുഞ്ഞിന്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ, ചേറിലാണ്ട് കിടക്കുന്ന മനുഷ്യന്, നവജാത ശിശുവിന് സമാനമായ വിധാനത്തേക്ക് കൈപിടിച്ചുയർത്താൻ ഏറ്റവും പര്യാപ്തമായ അമല് ഹജ്ജാണ് എന്ന വിഷയത്തിൽ പിന്നീട് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിട്ടില്ല. ചെയ്താൽ, ചെയ്യേണ്ട നിലയിൽ ചെയ്താൽ നമുക്കും അങ്ങനെ അനുഭവപ്പെടും. ഇവിടെ ഹജ്ജിന് പോയ സഹോദരങ്ങളുണ്ട്, ഒന്ന് ചോദിച്ചു നോക്ക്. അതിന്റെ ആത്മീയമായ അനുഭൂതി, അതിന്റെ നിർവൃതി ഹജ്ജിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ വല്ലാത്തൊരു വികാരമായിരിക്കും അവർ അനുഭവിക്കുന്നത്. അതാണ് ഹജ്ജ്. അവ എന്ത് ചെയ്യാ? അവിടെ കിടന്നുറങ്ങി. എന്നിട്ട് വൈദാ അഫൽതും മിൻ അറഫാത്തിൻ, അറഫയിൽ ഒഴുകി വന്നു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറാമിൽ അഥവാ മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക, അല്ലാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് സുബ്ഹി നമസ്കാരത്തിന് ശേഷം സുദീർഘമായി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യണം. ആ ദുആ ചെയ്തതിന് ശേഷം ഒരു നല്ല വിശ്വാസദാർഢ്യത്തോടുകൂടി നിൽക്കുക. അവൻ പോവുകയാണ് ജംറയിലേക്ക്. എല്ലാ പൈശാചിക ശക്തികളോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും എറിഞ്ഞോടിക്കുകയാണ്. ആ നിലയിൽ ജംറയിൽ പോയി എറിയുന്നു. പിശാചിനെ എറിയുന്നതായിട്ട് സങ്കല്പിക്കൊന്നും വേണ്ട, അതിന് ദീനിൽ അടിസ്ഥാനമില്ല. ജംറയിൽ എറിയണം. ആ 10ന്റെ അന്ന് ജംറയിൽ എറിയുന്നു. അങ്ങനെ ജംറയിൽ അന്നത്തെ ആദ്യത്തെ ദിവസം ഏറ്റവും അങ്ങേ അറ്റത്തുള്ള, അഥവാ കഅബയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജംറയിലാണ് എറിയേണ്ടത്. ഉച്ചയ്ക്ക് മുമ്പ് എറിയലാണ് അഫ്ളല്. എപ്പോഴാണോ സാധിക്കുന്ന അപ്പോൾ എറിയുക. ആ എറിയുമ്പോൾ ഓരോ ഏറുകളിലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതോടുകൂടി നിന്റെ തൽബിയത്ത് അവസാനിച്ചു. അങ്ങനെ ഏറിന് ശേഷം നീ എന്ത് ചെയ്യണം? അറക്കണം. നിന്റെ ഇസ്മായിലിനെ അറക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അത് അറുത്ത് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ അർത്ഥ സ്ഥാനത്താണ്.
നമ്മുടെ ഇസ്മായിൽ ഇറക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്ത് മുടിയെടുക്കണം? കാരണം എന്താ? നമ്മളെ പാവങ്ങളൊക്കെ കഴുകിക്കളഞ്ഞില്ലേ? കൊച്ചു കുഞ്ഞിനെ പോലെ ആയില്ലേ? കൊച്ചു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കർമ്മം എന്താ? ഏഴിന്റെ എന്നാ കൊച്ചു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കർമ്മം എന്താ? മുടി വടിച്ചു കളയും. എന്നതുപോലെ ഹാജിയുടെ അറഫയിൽ വെച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ വിശുദ്ധിയിലേക്ക് വന്നു. അതുകൊണ്ട് തലമുടി, കൊച്ചു കുഞ്ഞിന്റെ തലമുടി കളയണ്ടേ? വിശുദ്ധമായ ആ കുഞ്ഞിന്റെ തലമുടി കളയുന്നു. അതാണ് തലമുണ്ടനം ചെയ്യുന്നു. അതോടുകൂടി സെമി തഹല്ലുലായി, അഥവാ ഭാര്യാബന്ധമല്ലാത്ത, സ്ത്രീ സംസർഗമല്ലാത്ത മറ്റെല്ലാം അവൻ അനുവദനീയമായി. ശേഷം അവൻ മിനാ ടെന്റിൽ വരുന്നു. വീണ്ടും അവൻ ഹറമിലേക്ക് പോകുന്നു. തവാഫിൽ ഇഫാദ നിർവഹിക്കുന്നു. ഹജ്ജിന്റെ തവാഫ് അത് 10ന്റെ അന്ന് ചെയ്യലാണ് അഫ്ളൽ. അതിന് സാധിച്ചില്ലെങ്കിൽ 11, 12, 13 ഇഷ്ടമുള്ള തീയതികളിൽ ചെയ്യാം. 13ന്റെ അന്നെങ്കിലും ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യുന്നു? തവാഫിൽ ഇഫാദ ചെയ്യുന്നു. 11ന്റെ അന്നും എറിയുന്നു. 3 ജംറകളിലും അന്നേ ദിവസം എറിയണം. 12ന്റെ അന്നും 3 ജംറകളിലും എറിയണം. 13ന്റെ അന്ന്, 12ന്റെ അന്ന് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ മഗ്‌രിബിന് മുമ്പ് മിന വിട്ടിരിക്കണം. അല്ലാത്തവർ, മിന വിടാത്തവർ 13ന്റെ അന്നും കൂടി എറിഞ്ഞതിന് ശേഷമായിരിക്കണം മിനയിൽ നിന്നും പോകേണ്ടത്. അതോടുകൂടി അവന്റെ ഹജ്ജ് കർമ്മം പര്യവസാനിച്ചു. ഇനി അവന് ഹറമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവന് ചെയ്യേണ്ട കുറെ പണികളുണ്ട്. തവാഫുൽ വിദാ, അതേപോലെ ഹറമിന്റെ പരിസരങ്ങൾ മനസ്സിലാക്കണം. ഹറമുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് നിന്റെ സുഖവാസ കേന്ദ്രമല്ല. സമയം കിട്ടിയാൽ, തോന്നിയാലൊന്ന് ഖുർആന്റെ പേജ് മറിക്കുക, മറ്റൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ദിക്ർ ചൊല്ലുക. ഇങ്ങനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? ഹറമിൽ ചെന്നാൽ സമയം ചെലവഴിക്കാറുള്ളത് കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന തരത്തിൽ. ജീവിതത്തിലെ ഏറ്റവും അസുലഭ സന്ദർഭമാണ്. ഒന്ന് ചെയ്താൽ, ഒന്ന് നമസ്കരിച്ചാൽ 1 ലക്ഷത്തിന്റെ സ്ഥാനമാണ്. പക്ഷേ പലപ്പോഴും ഹാജിമാർ ജമാഅത്തിൽ പോലും ശ്രദ്ധിക്കാറില്ല. ജമാഅത്ത് കിട്ടിയാൽ കിട്ടി എന്ന തലത്തിലോട്ട് പലപ്പോഴും ആളുകൾ മാറിപ്പോകാറുണ്ട്. ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഖുർആന്റെ പേജ് മറിക്കുന്നു. ഈ തരത്തിലോട്ട് ദിക്റുകൾ വളരെ കുറവ്. റൂമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സ്വറ പറയുന്നു. വന്ന ഹജ്ജ് കമ്മിറ്റിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഹജ്ജ് ഗ്രൂപ്പിലാണെങ്കിൽ അതിന്റെ പോരായ്മകളെ സംബന്ധിച്ച്, ന്യൂനതകളെ സംബന്ധിച്ച്, വീഴ്ചകളെ സംബന്ധിച്ച് പറയുന്നു. അതിങ്ങനെ പെരുപ്പിക്കുന്നു. പലതരത്തിൽ സംസാരങ്ങൾ നീണ്ടുപോകുന്നു. പലപ്പോഴും ആ മണ്ണിനോട് പലർക്കും നീതി പുലർത്താൻ കഴിയുന്നില്ല. ആ മണ്ണിൽ വെച്ചുകൊണ്ട് നീ ഒരു തെറ്റ് ചെയ്യണ്ട. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും പടച്ചതമ്പുരാൻ വേദനാജനകമായ ശിക്ഷ കൊണ്ട് നിന്നെ രുചിപ്പിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന മണ്ണാണ്. അതുകൊണ്ട് ആ മണ്ണിനോടുള്ള എല്ലാ പ്രതിബദ്ധതയും, ആ മണ്ണിനോടുള്ള എല്ലാ ആദരവും, ആ മണ്ണിനോടുള്ള എല്ലാ അദബുകളും അതിൻ്റെതായ അളവിൽ തന്നെ നിന്റെ ജീവിതത്തിലുണ്ടാകണം. അവിടെ വെച്ചുകൊണ്ടൊരു കുടുംബത്തിന്റെ ചരിത്രം നിന്റെ ഓർമ്മയിലുണ്ടാകണം. ആദർശത്തിന്റെ അടിസ്ഥാനത്തിലൊരു കുടുംബം. അതേ ഇബ്രാഹിം എന്ന ഉപ്പയുടെ ആദർശ പ്രതിബദ്ധത, ഇസ്മായിൽ എന്ന മകന്റെ അനുസരണ, ഹാജറ എന്ന ഉമ്മയുടെ ദീനിനു വേണ്ടി എന്തും സമർപ്പിക്കാനുള്ള, ഏത് ത്യാഗവും അനുഭവിക്കാനുള്ള സന്നദ്ധത, അതും ഹൃദയത്തിൽ നെഞ്ചിലേറ്റി വാങ്ങിക്കൊണ്ടായിരിക്കണം നീ ഞങ്ങളുടെ മണ്ണിലേക്ക് തിരിച്ചു വരേണ്ടത്. അങ്ങനെയുള്ള ഹാജിമാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ജീവിതത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധുക്കളായ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചവനെ, മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധുക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ നാഥാ. ഈ വർഷം നിന്റെ ഹറമിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ സഹോദരങ്ങളും ഏത് രാജ്യത്തു നിന്ന് വന്നവരാകട്ടെ, പടച്ചവനെ, അവർക്കെല്ലാം ഹജ്ജ് അതിന്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ. മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള അനുഗ്രഹം നീ വാരിക്കോരി കൊടുക്കണേ നാഥാ. പടച്ചവനെ, നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹൃദയ വിശുദ്ധി നൽകണേ പടച്ചവനെ, ജീവിത വിശുദ്ധി നൽകണേ നാഥാ. ആരോടും വിദ്വേഷമില്ലാത്ത, എല്ലാ നന്മയും സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാ നന്മയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ നന്മ പ്രതീക്ഷിക്കുന്ന, ഗുണം കാക്ഷിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ, അടിയുറച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥാ നീ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ. പടച്ചവനെ, ഈ നാടിനെ നീ ഇസ്ലാമിന്റെ ഈറ്റില്ലമാക്കി മാറ്റണേ നാഥാ. പടച്ചവനെ, നിന്റെ തൗഹീദിന്റെ കേന്ദ്രമാക്കി, പടച്ചവനെ,
നിന്റെ സാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടായ്മയുള്ള ഒരു നാടാക്കി നീ നാടിനെ പരിവർത്തിപ്പിക്കണേ നാഥാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബിഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബിഗ്ഫിർ ലി വലിവാലിദയ്യ വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.